പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ചെന്നൈ എഫ് സിയുടെ താരമായിട്ടുള്ള റഹീം അലിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിലും ചെന്നൈ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു റഹീം അലി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. 17 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. താരത്തിന്റെ ചെന്നൈ എഫ് സി ടീമിനോടൊപ്പമുള്ള കോൺട്രാക്ട് അവസാനിച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് റഹീം അലിയെ സ്വന്തമാക്കാനായിട്ട് ചില ASL ടീമുകൾക്ക് താല്പര്യമുണ്ട് എന്നതാണ്. സ്പോർട്സ് കീട പോലത്തെ പേജൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഹീം അലിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് പഞ്ചാബ് എഫ് സിക്കും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്കും താല്പര്യമുണ്ട് എന്നതാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരം പഞ്ചാബ് എഫ് സിയിലേക്ക് പോകാനായിട്ട് 72% കാണിക്കുന്നത്. ഒഡീഷ എഫ് സിയിലേക്ക് പോകാനായിട്ട് 83% കാണിക്കുന്നുണ്ട്. റഹീം അലിയെ ഏത് ASL ടീം സ്വന്തമാക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യുവതാരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നതാണ്. ഒരു ഇന്ത്യൻ ഡിഫൻഡറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദമായി യുണൈറ്റഡ് സ്പോർട്ടിംഗ് അക്കാദമിയുടെ അണ്ടർ-21 താരമായിട്ടുള്ള സുബൽ ടുഡു എന്ന താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ ഒരു യുവതാരം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. എന്നാൽ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെങ്കിലും സീനിയർ ടീമിലേക്ക് എടുക്കാനായിട്ട് ചാൻസ് കുറവാണ്. താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അതുമല്ലെങ്കിൽ താരത്തെ മറ്റേതെങ്കിലും ക്ലബ്ബുകളിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയക്കാനും ചാൻസ് ഉണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇശാൻ പണ്ഡിതയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കഴിഞ്ഞ സീസണിൽ കിട്ടിയ അവസരങ്ങളിൽ കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് ഇശാൻ പണ്ഡിത കാഴ്ചവെച്ചിരുന്നത്. നിലവിൽ വന്നുള്ള ഒരു വാർത്ത അനുസരിച്ച് പഞ്ചാബ് എഫ് സിക്കും അതുപോലെ തന്നെ മുഹമ്മദ് നസിക്കും ഇശാൻ പണ്ഡിതയെ ലോൺ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട്. എന്നാൽ ഇശാൻ പണ്ഡിതയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് 1 വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട്. ട്രാൻസ്ഫർ ഫീ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇശാൻ പണ്ഡിതയെ വിട്ടുകൊടുക്കാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ASLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.